ഇപ്പോൾ നേരത്തെ DMK ചർച്ച നടത്തി, ചർച്ചയുടെ വാതിലടഞ്ഞതിന് ശേഷം ഇപ്പോൾ TMC നേതാക്കളുമായിട്ട് PV അൻവർ ഡൽഹിയിൽ ചർച്ച നടത്തിയിരിക്കുകയാണ്. PV അൻവർ MLA തന്നെ നമുക്ക് ചർച്ചയുടെ വിശദാംശങ്ങൾ പറയും. എങ്ങനെയൊക്കെയാണ് ചർച്ച പുരോഗമിച്ചിട്ടുണ്ട്? ഇപ്പോൾ അങ്ങനെ എന്താ പറയുക, അതെല്ലാം അൺഒഫീഷ്യലാണ്. ഒഫീഷ്യലായിട്ടുള്ള ചർച്ചയിലേക്കൊന്നും എവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ സ്വാഭാവികമായിട്ടും DMK ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ്. ആ തീരുമാനത്തോടൊപ്പം പല ദേശീയ പാർട്ടികളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ TMCയുടെ ഒരു മറ്റു സംസ്ഥാനങ്ങളുടെ ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കണം. ഇപ്പോൾ ഗോവയിലാണെങ്കിൽ അവർ ആദ്യം രാജ്യസഭ അംഗത്തെ കൊടുത്തിട്ട് തന്നെയാണ് അവർ പാർട്ടി ഒന്ന് വേരുപിടിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെ ഒരു MLA പോലും ഉണ്ടായി ചരിത്രമില്ല. ബംഗാളിനപ്പുറത്തേക്ക് TMC വളർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത്രയും ദൂരെ നമുക്ക് കേരളത്തിൽ അതും CPM പോലത്തെ ഒരു പാർട്ടിയോട് ഏറ്റുമുട്ടി ഈ രണ്ട് മുന്നണികൾക്കിടയിൽ നിന്ന് TMC ഒന്ന് വേരുപിടിപ്പിച്ചെടുക്കാൻ പറ്റുമോ? അല്ല, നമ്മളതിന് TMC എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. അത് നിങ്ങൾ പറയാനല്ലേ. നമ്മൾ ഈ പറയുന്ന ആൻറ്റി ഫാസിസ്റ്റ് നിലപാടുള്ള, കേരളത്തിലെ ജനങ്ങളോട് താല്പര്യമുള്ള, ഈ പറയുന്ന പാർലമെൻറ്റിൽ അത്യാവശ്യം മോശമല്ലാത്ത പൊളിറ്റിക്കൽ ബലമുള്ള MP-മാരുള്ള 3-4 പാർട്ടികളുമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേതാണോ ഗുണകരമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്നത്, DMK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏത് ഗുണകരമാകുമോ അതെല്ലാം ആലോചിച്ചിട്ട് അതിൻ്റെ മുകളിൽ തീരുമാനം ഉണ്ടാവും. ഈ DMKയുടെ ഒരു ചർച്ച ഒരു ഘട്ടം വരെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഈ 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളവും തമിഴ്നാടും ഒരുമിച്ചാണ് അവിടെ പ്രഖ്യാപിക്കുന്നത് സാധാരണ. ഇപ്പോൾ കോയമ്പത്തൂർ അടക്കം കേരളത്തിനുമായി അതിർത്തി പങ്കുന്ന പല സ്ഥലങ്ങളിലും CPM അത്യാവശ്യം നല്ല വോട്ടുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അവിടെ ഒരു തിരിച്ചടിയാകും എന്ന് ഭയന്ന് തന്നെയാണോ ഈ തരത്തിലുള്ളൊരു നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം സ്റ്റാലിൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അതിൽ സഖാവ് പിണറായിയുടെ നേരിട്ടുള്ള ഇടപെടലാണ്. അദ്ദേഹം തുടക്കം മുതലേ അതിനെ ശക്തമായി എതിർത്തിരുന്നു. നമുക്കറിയാം അങ്ങനെ എതിർപ്പുണ്ടാവും. പക്ഷേ അതിലപ്പുറമുള്ളൊരു രാഷ്ട്രീയം അതിലുണ്ടായിരുന്നു. DMKയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് സ്റ്റാലിനെ ഇഷ്ടമാണ്. വ്യക്തിപരമായി അദ്ദേഹം ഒരു ആൻറ്റി ഫാസിസ്റ്റാണ് എന്നുള്ള ഒരു നിലപാടുണ്ട്. മാത്രമല്ല, നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ നിൽക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും 10-25 ലക്ഷം ജനങ്ങൾ മലയാളികൾ തമിഴ്നാട്ടിലുണ്ട്. ഒരു 5-6 ലക്ഷം തമിഴന്മാർ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലൊരു നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ, DMKക്ക് കുറച്ച് ശക്തമായ ഒരു വേരോട്ടം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഗുണം തമിഴ്നാട്ടിലുള്ള മലയാളികൾക്കും മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നാളെ കേരളത്തിൻ്റെ ജനങ്ങളുടെ വികാരം കൂടി പരിഗണിക്കേണ്ട ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് കേരളത്തെ നമുക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു. അതായിരുന്നു നമ്മൾ കണ്ടിരുന്ന എന്താ പറയുക ഒരു കാഴ്ചപ്പാട്, ഗുണകരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് ചർച്ച പോയിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ വിജയുടെ പുതിയ പൊളിറ്റിക്കൽ പാർട്ടി വരുന്നു. അവർ ADMKയുമായി ചർച്ച നടത്തുന്നു. അവർ കോയിലീഷൻ ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്, ഈ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറയുന്നു. നിലവിലുള്ള DMKയുടെ ഘടകകക്ഷികൾ പിടിക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം ആകെ മാറി മറിയാണ്. 26-ൽ നമ്മളെപ്പോലെ അവിടെയും തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ CPM ഒരു ഘടകകക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 10-12 മണ്ഡലങ്ങളിൽ 10-15,000 വോട്ടുണ്ട്. അപ്പോൾ അങ്ങനെ CPM ഇത്ര അതിശക്തമായി പിണറായി നേരിട്ട് ഇടപെട്ട് അതിനെ തടുക്കുമ്പോൾ വരാനിരിക്കുന്ന ഈ ഒരു ക്രൂഷ്യൽ പൊളിറ്റിക്കൽ സെനാറിയോ മാറിയതും അവരെ സംബന്ധിച്ച വിഷയമാണ്. അപ്പോൾ അവിടുത്തെ CPMനെ പരിപൂർണമായും വെറുപ്പിച്ചുകൊണ്ട് നമ്മളുമായുള്ള ഒരു അലയൻസിന് അവർക്ക് ചെറിയ പ്രയാസമുണ്ട്. PV അൻവർ നിരന്തരം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പോലീസിനുള്ളിൽ ഒരു RSS വൽക്കരണം. ഇപ്പോൾ കാസർഗോഡ് സംഭവം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക കാര്യം ഒരു ബൈക്കിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു 2 മതസ്ഥിലുള്ള മുസ്ലിമും മറ്റു ഹിന്ദുവായ ഒരു പെൺകുട്ടിക്ക് അവർ പിന്നീട് ഇവർക്കെതിരെ കേസെടുക്കുന്നു. കേസ് വരുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തുകഴിയുമ്പോൾ സംസ്ഥാനം തന്നെയാണ്, പ്രോസിക്യൂട്ടർ തന്നെയാണ് പറയുന്നത് ജാമ്യം കൊടുത്താൽ ഇവിടെ ഒരു കലാപം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പിന്നീട് കോടതിയുടെ ഒരു മൈൻഡ് അവർ മനസ്സിലാക്കിയതോട് അടുത്ത ദിവസം പിന്നെ ജാമ്യം നൽകുന്നതിൽ തെറ്റില്ല എന്ന രീതിയിൽ അയക്കുകയും ചെയ്തിരുന്നു. ഈ ആദ്യത്തെ ഒരു നിലപാട് അതെങ്ങനെയുണ്ടാവും കേരളത്തിലെ ഈ ഒരു സെക്യുലർ ഫാബ്രിക്സിൽ? അതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടോ? അത് മാത്രമാണല്ലോ ഉള്ളത്. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് RSS ആണ്, നമുക്കറിയാലോ. ആ RSSനെ പ്രതിനിധീകരിക്കുന്ന വലിയ ഒരു എന്താ പറയുക സംഘം ഓഫീസേഴ്സ് പോലീസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അറിയാലോ. അതാണല്ലോ ഞാനും ഉണ്ടായ വിഷയം തന്നെ. CPMമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഉണ്ടായ വിഷയങ്ങൾ അതാണല്ലോ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ കാസർഗോഡ്. ഒരു മുസ്ലിം സഹോദരൻ്റെ കൂടെ ഒരു നോൺ മുസ്ലിം ഒരു കുട്ടി യാത്ര ചെയ്താൽ അത് വർഗീയ കലാപമുണ്ടാക്കും, അത് വർഗീയ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ആരാ പറയുന്നത്? കേരളത്തിലെ പോലീസ്.
ആ കുട്ടിയുടെ രക്ഷിതാക്കൾ കോടതിയിൽ പറയുന്ന അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എൻ്റെ മകള് ആ വണ്ടിയുടെ പിന്നിൽ പോയി എന്നത് വസ്തുതയാണ്. അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരേ സ്ഥാപനത്തിൽ അവർ ജോലി ചെയ്യുന്നു. അതിലപ്പുറം ഒന്നുമില്ല എന്ന് പോലീസിനോട് എത്ര പറഞ്ഞിട്ട് പോലീസ് അംഗീകരിക്കുന്നില്ല. പോലീസ് നേരെ തിരിച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ആ ഫാമിലിയെ കമ്പൽ ചെയ്യുന്നു. അവസാനം മജിസ്ട്രേറ്റ് നേരിട്ട് ഈ കുട്ടിയുടെ അടുത്ത് 164 മൊഴിയെടുക്കുന്നു. ആ കുട്ടി പച്ചയായി പറയുന്നു പോലീസിന്റെ നിർബന്ധത്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പിണറായി പോലീസിന്റെ ഉദ്ദേശം? ഈ രീതിയിൽ ഓരോ ഘട്ടത്തിലും വർഗീയതയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വർഗീയ വിഭജനത്തിലൂടെ അല്ലാതെ CPM-നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ആരാ തീരുമാനിക്കുന്നത്? പിണറായി തീരുമാനിക്കുകയാണ്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അതാ പറഞ്ഞത്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ലോകത്തെവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ KPCC അധ്യക്ഷനായി ഡൽഹി കാണുന്നു, അതോടൊപ്പം തന്നെ ലീഗ് നേതാക്കന്മാരെ കാണുന്നു. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണോ ഡൽഹിയിലെത്തിയപ്പോൾ ഒരു കൂടിക്കാഴ്ച നടത്തിയത്? ഒരിക്കലല്ല. ഡൽഹിയെ കുറച്ച് ഫ്രീ ആയി നിന്നു. ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമാണല്ലോ, ഇതൊക്കെ പണ്ടും കണ്ടിരുന്നതാണ്, പണ്ടും ഭക്ഷണം കഴിച്ചിരുന്നു. അവർക്ക് അവരുടെ രാഷ്ട്രീയം, എനിക്ക് എൻ്റെ രാഷ്ട്രീയം. ഞാൻ ഒന്നും പറയാറുണ്ട്, ഇന്നും പറയുന്നുണ്ട്, നാളെയും പറയും. അപ്പോൾ ഇന്നിത് കാണുമ്പോൾ എന്താ പറയുക, വലിയ വാർത്തയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിലൊരു പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നും അതിലില്ല. ഇപ്പോൾ നേരത്തെ ഈ VD സതീശന്റെ ഒരു പ്രസ്താവനയിൽ ഒരു അപമാനിതനായെന്നൊരു തോന്നലുണ്ടോ? അല്ല, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിക്കും, നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ എനിക്കത് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. അദ്ദേഹത്തെ കൊണ്ട് ചിലർ പറയിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ചിട്ടല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ചില നിർബന്ധിത ഘട്ടങ്ങളിൽ മറ്റാർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും ആ പറഞ്ഞ വ്യക്തിയെ മാത്രം നമ്മൾ കുറ്റവാളിയാക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ചേലക്കരയിലെ ഒരു വോട്ട് ഇവരുടെ ഒരു മനസ്സ് മാറ്റിച്ചിട്ടുണ്ടോ, അവരെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടാവുമോ? ഞെട്ടാൻ മാത്രം എന്താ, മനസ്സൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നല്ലേ. ആകെ മാറുന്ന സാധനം എന്താ, മനസ്സാണ്. അത്ര മനസ്സിലാക്കിയാൽ ഒരു UDF-ലേക്കുള്ള പ്രവേശനം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊന്നും ഒരു പ്രതീക്ഷയില്ല, അങ്ങനെയൊന്നും ഒരു കണക്കൂട്ടലുമില്ല. നമ്മൾ പറഞ്ഞ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകും. അത് ആൻറ്റി ഫാസിസമാണ്, ആൻറ്റി പിണറായിസമാണ്. അതുമായി സഹകരിക്കാൻ തയ്യാറുള്ള, ഇനി ഈ ഒരു പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത, അതുപോലെ ഫാസിസത്തോടൊപ്പം നിൽക്കുന്ന മറ്റു സംവിധാനങ്ങൾ കയറി വരാനുള്ള സാഹചര്യം, അത് ഒഴിവാക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം DMK ഉണ്ടാവും. ഏതായാലും ഫാസിസത്തിനെതിരായ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുമെന്ന് PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പാർട്ടികളുമായിട്ട് ചർച്ച ഇപ്പോൾ നടന്നിട്ടിരിക്കുന്നത്. അതൊരു പോസിറ്റീവാണോ നെഗറ്റീവാണോ, വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ എന്നറിയുന്നതിന് വേണ്ടി കുറച്ച് ദിവസം കൂടി നമുക്ക് എന്നാലും കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഫാസിസത്തിനെതിരായിട്ടുള്ള നിലപാടിൽ നിന്നും ഒട്ടും പിന്നോക്കം പോകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് PV അൻവർ ഇപ്പോൾ മീഡിയ വണ്ണുമായി പങ്കുവച്ചിരിക്കുന്നത്. രാജേഷ് വടകരയ്ക്കൊപ്പം D ധനസുമോദ്, മീഡിയ വൺ, ഡൽഹി.